വെള്ളാപ്പള്ളി ഇന്നലെ മലപ്പുറത്ത് വന്ന് നടത്തിയ പ്രസംഗത്തിന്റെ രാഷ്ട്രീയ ഉദ്ദേശ്യം എന്താകും? വളരെ കൃത്യമാണല്ലോ സ്മൃതി. അദ്ദേഹം എപ്പോഴാണ് പറയുന്നത്? അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് BJPയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റ് പോയി അദ്ദേഹവുമായി ചർച്ച നടത്തി. സ്വാഭാവികമായിട്ടും ഇനി അദ്ദേഹത്തിന് ചില കാര്യങ്ങളിവിടെ അവതരിപ്പിച്ചിട്ട് BJPയുടെ പ്രധാനപ്പെട്ട ദേശീയ തലത്തിൽ തന്നെയുള്ള ലക്ഷ്യം പോലെ മുസ്ലിം വിരുദ്ധത പറഞ്ഞു നിർത്തണം. അതിനു വേണ്ടിയാണ് ഒരു കാര്യവുമില്ലാതെ വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ ഈ സംസാരിച്ച കാര്യം അതിൻ്റെ ബേസ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു കാര്യവുമില്ല. പെട്ടെന്ന് ഇപ്പോൾ സ്മൃതി ചോദിച്ചല്ലോ, ഈ പ്രിന്റുവിനോടൊക്കെ ചോദിച്ചല്ലോ, ഇത്രയും കാലം ഈ 9 വർഷക്കാലം വെള്ളാപ്പള്ളി എന്ത് ചെയ്യായിരുന്നു? അദ്ദേഹത്തിന് അവകാശപ്പെടാമല്ലോ. ഇതേപോലെ ഞങ്ങൾക്കും വേണം എയ്ഡഡ് കോളേജുകളും മലപ്പുറത്ത് ഒരു 10ഓ 100ഓ കോളേജുകൾ വേണമെന്ന് അദ്ദേഹം അവകാശപ്പെട്ടിട്ടുണ്ടോ? ഇപ്പോൾ നേരത്തെ ഇവിടെ ഫസലി ചോദിച്ചത് ഒരു കോളേജിനെങ്കിലും അവർ അപേക്ഷ കൊടുത്തിട്ടുണ്ടോ? കൊടുക്കാതെ എന്തുകൊണ്ട് ഇത് പറയുന്നു? ഇവിടെ ഒരു കാര്യം, 2 കാര്യമാണുള്ളത്. ഒന്ന്, അദ്ദേഹത്തിന് ഈ പ്രീണനം നടത്തണം. രണ്ടാമത്തെ കാര്യം, ഇവിടെ വിലപേശാനുള്ള അവകാശം കിട്ടണം. മൂന്നാമത്തേത്, ഈ പ്രിൻ്റ് പറഞ്ഞതിൽ ഇത്രയും സമയം പറഞ്ഞതിൽ ഒരു കാര്യം വളരെ ശരിയാണ്. SNDP യോഗത്തിന്, SNDP യോഗം എന്ന് പറയാൻ പറ്റില്ല, ഈ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വമുള്ള ഈഴവ സഭയ്ക്ക് ഇവിടെ മലബാറിൽ ഒരു സ്വാധീനവും ഇല്ല. മലബാറിൽ സ്വാധീനം ചെലുത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ സ്വാധീനം ചെലുത്തണമെങ്കിൽ ഇവിടെ മുസ്ലിം വിരുദ്ധത പറഞ്ഞിട്ട് പരമാവധി നേട്ടം കൊയ്യണം. അതിനാണ് അദ്ദേഹം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പണ്ടേ മുതൽ ഇപ്പം പറഞ്ഞല്ലോ, ഇവിടെ മലബാറിലുള്ള ഈഴവന്മാർ, തീയന്മാരെല്ലാവരും വളരെ പാവപ്പെട്ട ആളുകളാണ്, അവർ വളരെ ദയനീയ ജീവിതം നയിച്ചവരാണെന്നൊക്കെ പ്രിൻ്റ് പറഞ്ഞല്ലോ. ശ്രീനാരായണ ഗുരു ഉണ്ടായിരുന്ന കാലത്ത് അന്നത്തെ തിരുവിതാംകൂറിലെ ഈഴവ പ്രമാണിമാർ പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ SNDP യോഗത്തിൻ്റെ നേതൃത്വത്തിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞത്, മലബാറിലെ ഈ തീയന്മാർ അവർ മഹാപ്രമാണിമാരാണ്, അവർ ഞങ്ങൾക്കൊന്നും അടിപ്പെട്ട് നിൽക്കില്ല, അവരുടെ വിചാരം അവരെന്തോ ഒരു വലിയ ഉയർന്ന ജാതിക്കാരാണ് എന്നൊക്കെ ഒരു ശരിയുമാണ്. അടുത്ത് നമുക്കറിയാം, തലശ്ശേരിയിലും കണ്ണൂരിലൊക്കെ ഉള്ള ഈഴവന്മാർ, ഇവിടെ കോഴിക്കോട്ട് തന്നെയുള്ള ആളുകളല്ല. മാത്രമല്ല, മൂർക്കോത്ത് കുടുംബം മുഴുവൻ അങ്ങേയറ്റത്തെ വിദ്യാഭ്യാസം ഉണ്ട്. അത് തന്നെയാണ് പറഞ്ഞത്. അതെ, ഞാൻ പറയട്ടെ, ഇത് അക്കാലത്ത് ഇപ്പോഴും നിങ്ങൾ നോക്കൂ, ശ്രീകണ്ഠേശ്വര ക്ഷേത്രം മുതൽ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം, കണ്ണൂർ, ഈ 3 ക്ഷേത്രങ്ങളും ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചാണ്. പക്ഷേ ഇവിടെ നിന്ന് SNDP യോഗത്തിന് കടന്നു കയറാൻ പറ്റിയില്ല. കാരണം കടന്നു കയറാൻ ഇവിടെയുള്ള ആളുകൾ അനുവദിക്കില്ല. കാരണം അത് അങ്ങേയറ്റത്തെ തീവ്രത പറയുന്ന ഒന്നാണ്. ശ്രീനാരായണ ഗുരു ഉണ്ടായിരുന്ന കാലത്ത് പ്രിൻ്റ് മനസ്സിലാക്കേണ്ട കാര്യം, ശ്രീനാരായണ ഗുരു ജീവിച്ചിരുന്ന കാലത്ത് താൻ സ്ഥാപിച്ച ഈ SNDP യോഗം എന്ന് പറയുന്ന സംഗതിയുടെ അർത്ഥം മനസ്സിലാക്കാതെ വെറും ഈ സാമുദായിക ശക്തികളായിട്ട്, ജാതി പറയുന്നവരായിട്ട് മാറിയപ്പോൾ സ്വാമി ഇതിനെ പരസ്യത്തിലൂടെ, പത്രത്തിൽ പരസ്യം കൊടുത്തിട്ട് എനിക്ക് ഈ SNDP യോഗവുമായിട്ട് ഒരു ബന്ധവുമില്ലാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അദ്ദേഹം ഇവിടെ നിന്ന് തമിഴ്നാട്ടിലേക്ക് ഒളിച്ചോടിപ്പോയി. അത് ഒളിച്ചോടില്ല, അദ്ദേഹം ഇവിടുന്ന് വിട്ടുപോയി, മടുത്തിട്ട് പോയി. അത് കഴിഞ്ഞ് അദ്ദേഹം സിലോണിലേക്ക് പോയി. അവസാനം അസുഖം ബാധിച്ചിട്ടാണ് മരണത്തിന് ഞാൻ പറയട്ടെ പ്രിൻഡു, എനിക്ക് പറയാനുള്ള കാര്യം പറയട്ടെ. ഞാൻ ഒളിച്ചോടി എന്നുള്ള മാറ്റി, അദ്ദേഹം ഈ മനം മടുത്തിട്ട് ഒളിച്ചോടി പോകുന്നതിൽ ഒരു ഭീരുത്വമുണ്ട്. മനം മടുത്തിട്ട് പോയതാണ്, ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അദ്ദേഹം അവിടെ നിന്ന് പിന്നീട് പോയത്, അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന സ്വാമി എഴുതിയിട്ടുള്ളൊരു പുസ്തകം തന്നെയുണ്ട്, ഈ ദയനീയമായിട്ടുള്ള യാത്രയുടെ കാര്യം. അവസാനം അസുഖം വന്നിട്ട് അവിടേക്ക് വന്ന് അങ്ങനെയുള്ള ശ്രീനാരായണ ഗുരു എഴുതി തള്ളിയ പ്രസ്ഥാനമാണിത്. ഈ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച SNDP യോഗത്തിൻ്റെ കൊടിയുണ്ടല്ലോ, അതിലെഴുതി വെച്ച കാര്യം മാത്രം മതി ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ശുദ്ധ വർഗീയതയാണെന്ന് പറയുന്നത്. കാരണം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെന്നാണ് ഇപ്പോഴും SNDP യോഗം ഉയർത്തിപ്പിടിക്കുന്ന കൊടിയുടെ മുകളിലുള്ളത്. ആ ഒരു പ്രസ്ഥാനത്തെയാണ് ഇവിടെ വർഗീയത പറയാനായിട്ട് ഉപയോഗിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ തെറ്റ്. വെള്ളാപ്പള്ളി ഈ വർഗീയത പറയുന്നത് നമുക്ക് എതിർപ്പില്ല. പക്ഷേ അദ്ദേഹം ഈ കൊടിക്കൂറയിലെ പേരെങ്കിലും മാറ്റണം, ഈ പറയുന്നത് എഴുതി വെച്ചെങ്കിലും മാറ്റണം. അതല്ലാതെ പറയുന്നത് ഏറ്റവും വലിയ തെറ്റ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പറയാം.
അദ്ദേഹം ഒരു ഈഴവ സഭയോ അല്ലെങ്കിൽ തീയ സഭയോ ഒക്കെ ഉണ്ടായിക്കോട്ടെ. SNDP യോഗം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും മഹത്തായ സ്ഥാപനമാണ്. ആ സ്ഥാപനം എന്ന് പറയുന്നത് അവിടെ ജാതി പറയാനല്ല, ജാതി നിയമം മൂലം നിരോധിക്കണമെന്ന് ലോകത്തിൽ ഒറ്റ മനുഷ്യനെ പറഞ്ഞിട്ടുള്ളൂ. അത് ശ്രീനാരായണ ഗുരുവാണ്. വേണമെങ്കിൽ ഇത് വായിച്ചു നോക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കൃതികളും അദ്ദേഹം എഴുതിയിട്ടുള്ള അദ്ദേഹത്തെ പറ്റി എഴുതിയുള്ള പുസ്തകങ്ങളുമൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു പ്രസ്ഥാനത്തിൻ്റെ അമരത്തിരുന്നു കൊണ്ട് ഇങ്ങനെ പറയുന്നത് മറ്റുള്ള ആളുകൾക്ക്, ഞാനൊക്കെ ശ്രീനാരായണ ഗുരുവിനെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ആളാണ്. ഞങ്ങൾക്കൊക്കെ ഖേദമുണ്ടാകും. കാരണം ഇവിടെ വന്നിട്ട് മഞ്ചേരിയിൽ മലപ്പുറത്ത് വന്നിട്ട് ഈ മലപ്പുറം ഏതോ ലോകമാണ്, ഏതോ രാജ്യമാണ്, ഏതോ ആളുകൾ കൈയടക്കിയതാണ് എന്നൊക്കെ പറയുമ്പോൾ താങ്കൾ പറഞ്ഞു മലപ്പുറത്ത് പഠിച്ചാണെന്നൊക്കെ. സ്മൃതിക്ക് മലപ്പുറം അറിയില്ല എന്ന് പറയും. സ്മൃതിയുടെ സ്വന്തം നാട് ജന്മദേശം എന്ന് പറയുന്നത് മലപ്പുറമാണ്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അല്ല, അദ്ദേഹം 21 വർഷം അവിടെ ഉണ്ടായിരുന്നു. ശരി, ഞാൻ കോഴിക്കോടായിരുന്നു. വേണ്ട, ആ തർക്കം വേണ്ട. പ്രിന്റു പറഞ്ഞത് പ്രിന്റുവിന് പഠിക്കേണ്ടി വന്നു എന്നൊക്കെ പറയുന്നത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം നമ്മളൊരു കാര്യം പറയുമ്പോൾ ഈ ആവശ്യപ്പെടാം, ഈ 9 വർഷക്കാലത്തിനിടയിൽ ഈ ആവശ്യപ്പെട്ട് നിങ്ങളിപ്പോൾ വെള്ളാപ്പള്ളി പറയേണ്ടതാണ്. ഞാനിതാ 10 സ്ഥാപനങ്ങൾ മലപ്പുറത്ത് എയ്ഡഡ് കോളേജുകളോ എയ്ഡഡ് പിന്നെ സ്കൂളുകളോ എന്തെങ്കിലും വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടും തന്നില്ല. അത് പണ്ടും തന്നില്ല, ഇപ്പോഴും തന്നില്ല എന്ന് കണക്ക് പറഞ്ഞുകൊണ്ട് പറയാം. അത് പരസ്യമായി പറയാം. പെരിന്തൽമണ്ണയിലെ അൺഎയ്ഡഡ് കോളേജ് എയ്ഡഡ് ആക്കാൻ വേണ്ടി ഇനി മുട്ടാത്ത വാതിലുകളില്ല. അദ്ദേഹം അപേക്ഷ കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ല. ഉമ്മൻചാണ്ടിയോട് അന്ന് ചോദിച്ചിരുന്നു എന്ന് പറയുന്നു. പിണറായി വിജയൻ ഇവിടെയുണ്ട് 9 വർഷമായി. പോലും അനുവദിക്കാത്തവർ 10 എങ്ങനെയാണ് സാറേ അനുവദിക്കുക? ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.